അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2026 ഫെബ്രുവരി മാസം 20-ാം തീയതി നടത്തിയ റമദാൻ വ്രത പ്രയോജനങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കമിട്ട് കുറേ പ്രയോജനങ്ങൾ നമ്മുടെ മുമ്പാകെ നിരത്തുന്നുണ്ട്. അതിൽ 10 പ്രയോജനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. 11-ാമതായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, നമ്മളിപ്പോൾ എല്ലാവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ 14-ാമത്തെ ദിവസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് 14 ഇന്ന്. നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ സുബഹി നമസ്കാരത്തിന് മുമ്പായുള്ള സമയത്ത് സുഹരി എന്ന് പറഞ്ഞൊരു ഭക്ഷണമുണ്ട്. നോമ്പ് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണമാണ്. അതുപോലെ ഇഫ്താർ, നോമ്പ് വൈകുന്നേരമാകുമ്പോൾ അവസാനിപ്പിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം. ഈ 2 ഭക്ഷണത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, വ്രതാനുഷ്ഠാനത്തിനായുള്ള പ്രഭാത ഭക്ഷണത്തിന് സുഹർ എന്ന് പറയുന്നു. അത് നിറയെ അനുഗ്രഹങ്ങളാണ്. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കൽ വളരെ അനുഗ്രഹപ്രദമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇന്നത്തെ പകൽ ദിവസം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നിയ്യത്ത് അവനിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും, ഞാൻ വ്രതം അനുഷ്ഠിക്കുകയാണ്, വെറുതെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുക എന്നതല്ല വ്രതം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചു തന്ന ആ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് അത് നിറയെ അനുഗ്രഹങ്ങളാണെന്ന് ഈ ഒരു വിശ്വാസം, ഈ ഒരു ചിന്ത അവനിലേക്ക് കടന്നു വരുന്നു. അതുപോലെ ഇഫ്താർ, വ്രതം അവസാനിപ്പിക്കുവാനുള്ള ഭക്ഷണം, അതിനായി ധൃതി കാട്ടേണ്ടതാണ്. കാരണം വ്രതാനുഷ്ഠാനക്കാരൻ അവൻ്റെ രക്ഷിതാവിനെ പ്രാർത്ഥനയിൽ
കണ്ടുമുട്ടുവാനുള്ള ധൃതിയിലാണ്. ഇവിടെ ഇത് മഗ്‌രിബ് നമസ്കാരമാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്പം അതിനുള്ള ഭക്ഷണം കഴിച്ച് അവൻ ധൃതിയിൽ അത് കഴിച്ചിട്ട് മഗ്‌രിബ് നമസ്കാരത്തിനായിട്ട് പോകേണ്ടതാണ്. കാരണം 2 സന്ദർഭങ്ങളിലാണ് അവന് ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത്. ഒന്ന്, ആ 2 സമയത്ത് അവൻ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക്. ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ അല്ലാഹുവിനോട് അവൻ എന്താണോ ആവശ്യം അത് ചോദിക്കുന്നു. അതിനുശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുള്ള ധൃതിയാണ്. അതിന് ഹസ്രത്ത് ഖലീഫത്തുള്ള പറഞ്ഞത് അത് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടി തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും കൊണ്ട് ഇരിക്കുകയല്ല വേണ്ടത്. ഒരല്പം നോമ്പ് തുറ നടത്തിയിട്ട് അവൻ ധൃതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ നമസ്കാര സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. അവിടെ കൈ കെട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. അപ്പോഴും ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല ഉത്തരം നൽകുന്നു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് അവൻ്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴികൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും പകർന്നു കൊടുക്കണം. നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരും അള്ളാഹുവുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റുള്ള കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പല കുടുംബങ്ങളിലും അച്ഛൻ ഒരു വഴി, അമ്മ വേറൊരു വഴി, മക്കൾ വേറൊരു വഴിയായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ആത്മീയ ചൈതന്യം അവർ കെടുത്തിക്കളഞ്ഞതിൻ്റെ പരിണിത ഫലമാണ്. അങ്ങനെ കെട്ടുപോയ ആത്മീയതയെ വീണ്ടും കത്തിച്ചു വയ്ക്കുന്നതിന്, ഓരോ ഗൃഹങ്ങളിലും കത്തിച്ചു വയ്ക്കുന്നതിന്, ഓരോ ഗ്രഹത്തിലുള്ള വ്യക്തികളിലും അത് കത്തിച്ചു വയ്ക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താലാണ് അള്ളാഹു ഒരു ദൂതനെ നമുക്കായി നിയോഗിച്ചിരിക്കുന്നത്. ആ ദൂതൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിൽ കെട്ടുപോയ ആ ദീപത്തെ കത്തിച്ചു വയ്ക്കുന്നതിനുള്ള പ്രഭാഷണമാണ് ഇതിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ റമദാൻ മാസത്തിലെ പ്രയോജനം, രാത്രിയിലെ പ്രാർത്ഥനകൾ. ഒരു ഹദീസിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറപ്പിച്ചു പറഞ്ഞു, ആരാണോ റമദാൻ മാസത്തിൽ രാത്രിയിൽ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ കാലത്തിൽ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും ബോധമില്ലായ്മ മൂലവും അനേകം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. അവൻ്റെ മുമ്പിൽ നിന്ന് അത് മുഴുവൻ അവൻ ഏറ്റുപറയുമ്പോൾ രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക്, അവനും അവൻ്റെ റബ്ബും മാത്രമുള്ളപ്പോൾ, ആ റബ്ബിൽ നിന്നും ഞാൻ ചെയ്തു പോയ ഒരു തെറ്റും മാഞ്ഞു പോയിട്ടില്ല, മറഞ്ഞിരിക്കുന്നതുമല്ല. ഞാൻ ചെയ്ത നന്മയും അവനിൽ നിന്നും മാഞ്ഞു പോകുന്നതോ മറഞ്ഞിരിക്കുന്നതോ അല്ല. അങ്ങനെയുള്ള റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് അവൻ്റെ സങ്കടങ്ങൾ അവൻ ഉതിർത്താൽ അവൻ അല്ലാഹു തആല കഴിഞ്ഞ കാല പാവങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത. അങ്ങനെ നമുക്ക് രാത്രിയിൽ പ്രാർത്ഥന നടത്തുവാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഈ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതും. ഈ രാത്രികാല പ്രാർത്ഥനകൾ ഒറ്റയ്ക്കും കൂട്ടായും നിർവഹിക്കാവുന്നതാണ്. തഹജ്ജുദ് ആയാലും തറാവീഹ് ആയാലും. തറാവീഹ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ജമാഅത്തായി നടപ്പാക്കപ്പെട്ടത്. പള്ളിയിൽ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുവാനായി ഓരോ വിഭാഗവും വെവ്വേറെ ഓരോ ഗ്രൂപ്പായി നമസ്കരിക്കുന്നത് ഒഴിവാക്കുവാനായി ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് പള്ളിയിൽ ഇങ്ങനെ റമദാൻ മാസത്തിൽ ഓരോരോ ഗ്രൂപ്പുകളായി, ഇപ്പം നമ്മൾ പല ഗ്രൂപ്പുകളുണ്ടല്ലോ,
അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് വേറെ വേറെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും കൂടി ചേർത്ത്, അപ്പോൾ തന്നെ നമ്മളൊരു വിഭാഗീയതയായി പോകുന്നു. നമ്മൾ ഒന്നാണ് എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ പല ചേരിയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് എന്തോ തകരാറ് പറ്റിയിരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. ഈ വീഡിയോയ്ക്ക് നിങ്ങളിൽ കേൾപ്പിക്കാൻ ഒക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.